ഇന്ന് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെഡിസിൻ പറയാം. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് മാത്രമല്ല വേറെ കുറച്ച് രോഗങ്ങൾക്കും കൂടെ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ലാസ്റ്റിൽ പറയാം. നമുക്ക് വേണ്ടത് നല്ല നാടൻ പച്ച മഞ്ഞളാണ്. രാസവളമൊന്നും ചേർക്കാതെ കൃഷി ചെയ്തതാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിച്ചതും തേനുമാണ്. തേൻ എടുക്കുമ്പോൾ ചെറുതേനാണ് കൂടുതൽ നല്ലത്. അത് കിട്ടുന്നില്ലെങ്കിൽ വൻതേൻ എടുക്കാം. പക്ഷേ ശുദ്ധമായിട്ടുള്ള തേനായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പച്ചമഞ്ഞളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, കരിന്തൊലി കളഞ്ഞിട്ട് അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടിച്ച് അങ്ങനെ നീരെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പച്ചമഞ്ഞൾ തന്നെ എടുക്കാനുള്ള കാരണം പറയാം. തേനിന് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മറ്റ് മരുന്നുകളോടൊപ്പം ഈ തേൻ ചേർക്കുമ്പോൾ മറ്റ് മരുന്നുകളുടെ ഔഷധ ഗുണങ്ങൾ വഹിച്ചുകൊണ്ട് പോകാനും അത് വർദ്ധിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ടിഷ്യൂയിലേക്ക് ആഴത്തിലിറങ്ങാനും ദോഷങ്ങളെ, പ്രത്യേകിച്ച് കഫദോഷങ്ങളെ കുറയ്ക്കാനുള്ളൊരു കഴിവ് തേനിനുണ്ട്. പച്ച എടുക്കാനുള്ള കാരണം പച്ചയുടെ ഗുണമാണ് തേൻ എടുക്കുക. ഉണക്കയുടെ ഗുണം എടുക്കാനുള്ള കഴിവ് തേനിന് കുറവാണ്. ഇനി കുരുമുളക് എടുക്കാനുള്ള കാരണം കുരുമുളകിന് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദോഷങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളെ ഇല്ലാതാക്കി ശരീരത്തെ ശുദ്ധി ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. മഞ്ഞളിനും ഇതുപോലെ തന്നെ കഫപ്രധാനമായിട്ടുള്ള രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ദോഷങ്ങൾ അല്ലെങ്കിൽ വിഷത്തിനെ പുറന്തള്ളാനുള്ള കഴിവുമുണ്ട്. ഈ 3 ദ്രവ്യങ്ങളും കഫദോഷം പ്രധാനമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇവിടെ നമ്മളുടെ ഒബീസിറ്റി എന്ന് പറയുന്നതും കഫദോഷം പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ടാണ് ഇത് 3ഉം കൂടെ ഉപയോഗിക്കുന്നത്. ഈ 3 ദ്രവ്യങ്ങളും മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതും കൂടെ ആയതുകൊണ്ട് ഇത് ഒരു മെറ്റബോളിക് ഡിസീസ് ആയിട്ടുള്ള ഒബേസിറ്റിക്കും വളരെ എഫക്റ്റീവാണ്. ഇതുകൂടാതെ ഷുഗർ ഉള്ള ആൾക്കാർക്കും തുമ്മലുള്ള ആൾക്കാർക്കും അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എടുക്കേണ്ട മഞ്ഞളിൻ്റെ നീര് 5 മില്ലി മഞ്ഞളിൻ്റെ നീരും കുരുമുളക് എടുക്കുമ്പോൾ ഒരു നുള്ളിൻ്റെ ആവശ്യമില്ല, തീരെ കുറവ്. ഒരു കുരുമുളക് പൊടിച്ചാൽ നമ്മൾക്ക് എത്ര പൊടി കിട്ടുമോ ആ ഒരളവ് കുരുമുളക് പൊടി എടുത്താൽ മതി. അതുപോലെ 1 സ്പൂൺ തേനും കൂടെ ചേർക്കാം. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് രാവിലെ. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ആഹാരശേഷം വേണമെങ്കിലും കഴിക്കാം. 7 ദിവസം മാത്രം കഴിച്ചാൽ മതി. എന്ത് മെഡിസിൻ കയ്യിൽ കിട്ടുമ്പോഴും അത് കാലാകാലം കഴിക്കുന്ന ആ ഒരു ശീലം ഇതിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ഒബേസിറ്റിക്കുള്ള ഒരു പെർമനൻറ്റ് മെഡിസിനോ അല്ലെങ്കിൽ അലർജിക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനോ ഒന്നും അല്ല. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അലർജിക്കാർക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്കൊക്കെ ഒരു 7 ദിവസം ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനായിട്ട് മാത്രമാണിത്. ഇതുവഴി മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും.